ഇന്ത്യയിലെ ഒരു ജൂതഗോത്ര വിഭാഗത്തെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാൻ പദ്ധതിയിടുകയാണ് നെതന്യാഹു സർക്കാർ. ബനൈ മനാഷെ എന്ന ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിൽ കഴിയുന്ന വിഭാഗത്തെ ഇസ്രായേലിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ നെതന്യാഹു സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞതായാണ് വിവരം. എന്താണ് ഈ പുനരധിവാസത്തിന് പിന്നിൽ? കൂടുതൽ അറിയാൻ സ്വാഗതം ഇൻഡത്തിലേക്ക്. ഗസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായിരിക്കെ ഇസ്രായേലിലെത്തി ഹമാസുമായി യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഒരു ഗോത്ര വിഭാഗത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷം വാർത്തകൾ ഉണ്ടായിരുന്നു. ബനൈ മനാഷ എന്ന ജൂത വിഭാഗമായിരുന്നു അത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ മണിപ്പൂരിലും മിസോറാമിലുമാണ് പ്രധാനമായും ഇവർ കഴിയുന്നത്. ബനൈ മനാഷയിൽ ഏകദേശം 10,000 അംഗങ്ങളുണ്ടെന്നാണ് കണക്ക്. അവരിൽ 5,800ഓളം പേരെ 2030ഓടെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാനാണ് നെതന്യാഹു സർക്കാർ പദ്ധതിയിടുന്നത്. 2026ഓടെ 1,200 പേർ എത്തുമെന്നും പിന്നീട് ഘട്ടം ഘട്ടമായി എല്ലാവരെയും കൊണ്ടുവരുമെന്നുമാണ് ഇസ്രായേലി ഭരണകൂടം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ബനൈ മനാഷെ എന്ന പദം ഹീബ്രു ഭാഷയിൽ മനാഷയുടെ മക്കൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ബൈബിളിലെ ജോസഫിന്റെ മകൻ മെനാഷയുടെ പിൻഗാമികൾ എന്നാണ് ഇവർ സ്വയം അവകാശപ്പെടുന്നത്. പുരാതന ഇസ്രായേൽ ജനത യാക്കോബിന്റെ 12 പുത്രന്മാരുടെ പേരിൽ 12 ഗോത്രങ്ങളായി വിഭജിക്കപ്പെട്ടതായി ബൈബിളിൽ പറയുന്നുണ്ട്. ജോസഫിന്റെ മക്കളായ എഫ്രായിമിന്റെയും മെനാഷയുടെയും പേരിലുള്ളതാണ് ഇതിൽ 2 ഗോത്രങ്ങൾ. BC 722 അസീറിയൻ ആക്രമണത്തിൽ പുറന്തള്ളപ്പെട്ട ഗോത്രമാണ് ബനൈ മനാഷെ എന്നാണ് വിശ്വാസം. സാമ്രാജ്യങ്ങളുടെ അടിച്ചമർത്തലിനും കീഴടക്കലിനും ശേഷം ചിതറിപ്പോയവരെ ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ട ഗോത്രങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പുരാതന ഇസ്രായേൽ 2ആയി വിഭജിച്ചപ്പോൾ വടക്കൻ രാജ്യത്തെ 10 ഗോത്രങ്ങളാണ് അസീറിയക്കാർ പുറന്തള്ളിയത്. അവർ ചൈനയിലൂടെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെത്തി എന്നാണ് ബനൈ മനാഷയുടെ വിശ്വാസം. 1951 ഒരു ഗോത്ര നേതാവായ മേലാച്ചാല തന്റെ പുരാതന ജന്മദേശം ഇസ്രായേലാണെന്ന് സ്വപ്നം കണ്ടതോടെയാണ് ബനൈ മനാഷയുടെ അവകാശവാദങ്ങൾക്ക് തുടക്കമാകുന്നത്. അതിനുശേഷം മണിപ്പൂർ, മിസോറാം സംസ്ഥാനങ്ങളിലെ നിരവധി ആളുകൾ ക്രിസ്തുമതം ഉപേക്ഷിച്ച് ജൂതമതവും അതിന്റെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും സ്വീകരിച്ചു. 2023 മണിപ്പൂർ കലാപം നടന്ന സമയത്താണ് ഇന്ത്യയിലെ ബനൈ മനാഷെ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. മണിപ്പൂരിലെ കുക്കി വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്നവർ തങ്ങളെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകണമെന്ന് സർക്കാരിൽ നിരന്തര സമ്മർദ്ദം ചെലുത്തി. 2023 സെപ്റ്റംബറിൽ ഇസ്രായേൽ പാർലമെന്റായ നെസറ്റ് വിഷയം ചർച്ച ചെയ്തു. മണിപ്പൂർ സംഘർഷത്തിൽ ദുരിതമനുഭവിക്കുന്ന സമുദായത്തിന് ഇസ്രായേൽ മാനുഷിക സഹായവും ഇപ്പോൾ നൽകി വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഇസ്രായേലിലെത്താൻ ആഗ്രഹിക്കുന്ന ജൂതർക്കായി പ്രവർത്തിക്കുന്ന ഷാവോ ഗ്രൂപ്പ് എന്ന സംഘടന ഇസ്രായേൽ സൈന്യത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇതൊരു അവസരമായി കണ്ട് ഗസയിലെ യുദ്ധസമയത്തും അല്ലാതെയുമായി നിരവധി ചെറുപ്പക്കാർ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിലേക്ക് കയറിപ്പോയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ 20 വർഷത്തിനിടെ 4000-ലധികം പേർ ഇസ്രായേലിലേക്ക് കുടിയേറി. ഇന്ത്യയിൽ അവശേഷിക്കുന്ന മുഴുവൻ ബനൈ മനാഷെ ജൂതരെയും 2030ഓടെ മടക്കി കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2025 നവംബർ 23 ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഇമിഗ്രേഷൻ മന്ത്രി ഓഫിർ സോഫർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം നെസറ്റ് ഈ പദ്ധതിക്ക് അംഗീകാരം നൽകി. ജൂയിഷ് ഏജൻസി ഫോർ ഇസ്രായേൽ എന്ന സംഘടനയാണ് ഏകോപനം. 2026ഓടെ 1,200 പേരെത്തും. അതിനായി റബിമാരുടെ ഒരു സംഘം ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. 3000-ലധികം പേരെ അഭിമുഖം നടത്തിയാകും തിരഞ്ഞെടുക്കുക. ബാക്കി 4,600ഓളം പേരെ 2030ഓടെ ഇസ്രായേലിലേക്ക് തിരിച്ചെത്തിക്കും. $27 മില്യൺ, ഏകദേശം 225 കോടി രൂപ ഇതിനായി ബജറ്റിൽ വകയിരുത്തിയിട്ടുമുണ്ട്. ലെബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഇസ്രായേലിലെ ഗലീലി പ്രദേശത്താണ് ഇവരെ വിന്യസിക്കാൻ പോകുന്നത്. നിരന്തരം സംഘർഷം നിലനിൽക്കുന്ന മേഖലയാണിത്. ഹിസ്ബുള്ളയുമായുള്ള സംഘർഷങ്ങളും ആക്രമണവും ഭയന്ന് 10,000-കണക്കിന് ഇസ്രായേലികൾ ഇവിടെ നിന്ന് കുടിയിറങ്ങിയിരുന്നു. ഇവിടെ ജൂയിഷ് ജനസംഖ്യ വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിക്ക് പിന്നിലെ പ്രധാന അജണ്ട.